So good evening, students. Please turn on your camera. Make it fast, all of you. Good evening. Yes. മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ? മഴയൊന്നുമില്ല. ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നോ? No, ma'am. ഓക്കെ. നിങ്ങൾക്ക് സാറ്റർഡേ ലീവ് ആണോ? എല്ലാവർക്കും സാറ്റർഡേ ലീവ് ആണോ? അല്ല ആർക്കെങ്കിലും വർക്കിംഗ് ഉണ്ടോ? No, ma'am. No. എല്ലാവർക്കും ലീവ് ആണ് അല്ലേ? Ma'am, ഈ മന്ത് Yes. ഒരു ക്ലാസ് എന്താ? ഈ മന്ത് ഈ ഡേറ്റ് വരെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ സ്കൂളില്. ആണോ? ഫുൾ ലീവ് ആയിരുന്നു അല്ലേ? Yes. None you are. Okay, fine. So listen, students, make it fast, all of you. Please turn on your camera and you have to please open your notebook and please keep one water bottle also. Okay. So once again, good evening and welcome to 90 plus double power tuitions, the world first learning assurance model. I'm Bhavya. I'm your science teacher. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഉഷാറായോ? എനർജി ഒക്കെ വന്നോ? Yes, ma'am. ക്ലാസ് കേൾക്കാനുള്ള എനർജി ഉണ്ടോ എല്ലാവർക്കും? ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെ? ടയേർഡ് ഒന്നും വലിയ പ്രശ്നമില്ല അല്ലെ? വീട്ടിൽ തന്നെ ആയിരുന്നു അല്ലെ എല്ലാവരും? നന്ദകിഷോർ, ഓക്കെ ഫൈൻ നന്ദകിഷോർ. സോ ഇന്ന് എന്താ? വർക്ക്ഔട്ട് സെഷൻ ആണ്. എല്ലാവരും ഇന്നലെ എടുത്ത ടോപ്പിക് ഒക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ടോ? പഠിച്ചിട്ട് വന്നിട്ടുണ്ടോ? ആ കുറച്ചു പേര് ചായ ഇഷ്ടല്ലേ? Not drink tea. Okay. So listen, all of you have to ensure you have to open your notebook and you have to write this heading, workout day 1. Day 1 workout. മാം എല്ലാവരോടും ചോദ്യം ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആൻസർ എഴുതണം കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ ഓരോ കുട്ടികളുടെ അടുത്ത് കോൾ ഫോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഇത് ഡിസ്കഷൻ ക്ലാസ് അല്ല. റാൻഡം ആയിട്ട് സൗണ്ട് ഞാൻ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കാം. ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ ടു യു, റൈറ്റ്? അപ്പൊ ഞാൻ ഓരോ കുട്ടികളുടെ അടുത്ത് പേര് വിളിക്കുമ്പോ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? ഹെൽന ഇന്നലെ ജോയിൻ ചെയ്തില്ലേ? വേറെ ആരൊക്കെ ഇന്നലെ ജോയിൻ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ക്ലാസ്സിൽ കയറാതെ ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഓൺലി ഹെൽന മാത്രമാണോ? ബാക്കി എല്ലാവരും അറ്റൻഡ് ചെയ്താണോ? സോ നമുക്കൊരു 5 minutes ക്വിക്ക് റീക്യാപ്പ് നമുക്ക് ചെയ്യാം. അപ്പൊ ഹെൽനയ്ക്കും കൂടെ കുറച്ചൊരു ഈസി ആയിരിക്കും അല്ലെ? നോക്കിയേ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സില് ലാസ്റ്റ് ക്ലാസ്സില് എന്തൊക്കെയാ ടോപ്പിക് ഡിസ്കസ് ചെയ്തേ? ഡിഡ് യു റിമെമ്പർ വാട്ട് ആർ ദ ടോപ്പിക്സ് ദാറ്റ് ഡിസ്കസ്ഡ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ്? എനിവൺ? Yes, Yes, ma'am. first we have to, yes. ഞാൻ ചോദിക്കണവർ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഇനിയിപ്പോ എന്താ റിവിഷൻ സെഷൻ അവരുടെ അടുത്ത് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങാം കേട്ടോ. ഓക്കെ, നോക്കേ. We have to start with the chapter exploring magnets. That's your chapter name, right? Exploring magnets അല്ലേ നിങ്ങളുടെ ചാപ്റ്റർ നെയിം? നമ്മൾ ആദ്യം എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? 2 types of മാഗ്നറ്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ? വാട്ട് ആർ ദ 2 types of magnets? എന്തൊക്കെയായിരിക്കും 2 types of magnets? ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. ഏതൊക്കെ ടൈപ്പ് ഓഫ് 2 types of മാഗ്നറ്റ് ആണ്? ആരിൻ? മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക്. മെറ്റീരിയൽ ആണ്. മാഗ്നറ്റ് 2 types നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ഏതൊക്കെയാ 2 types of മാഗ്നറ്റ്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അത് പോൾസ്. നോ, വേർ വി ഹാവ് ടു ഒബ്റ്റെയിൻഡ്. എവിടെന്നാ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മാഗ്നറ്റ്സിനെ 2 കാറ്റഗറി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എവിടെന്നാ മാഗ്നറ്റ് ഒക്കൂർ ചെയ്യാ? പിന്നെ മാൻ മെയ്ഡ് മാഗ്നറ്റും പിന്നെ ഏത് മാഗ്നറ്റാ ആരിൻ? നാച്ചുറൽ.
Natural magnet and man-made magnet, right? Yes, Krishiv. Yes, Krishiv, you have to tell me what is natural magnet? Naturally occurring magnets. Natural magnets are the magnets which occur from the nature. In the current പോയതാണോ Krishiv അവിടെ? പവർ കട്ടാണോ? എനിക്കിങ്ങനെ ബ്ലാക്ക് ആയി കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. ആണോ? പാവം, പവർ കട്ട് വന്നിട്ട് പോലും പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ ഋഷിവിന്റെ? വെരി ഗുഡ്. യെസ്, സോ ദ മാഗ്നറ്റ്സ് വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ എന്ന് കിട്ടുന്ന മാഗ്നറ്റ് ആണ്. ഇത് എന്തിനാ റീക്യാപ്പ് ചെയ്യുന്നേ? വരാത്ത സ്റ്റുഡൻസിന് ഒന്നും കൂടെ റീകോൾ ചെയ്യാനാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് കാണിച്ചു വരുമ്പോ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. പിന്നെ മാൻ മെയ്ഡ് മാഗ്നറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ? യെസ്, ഖദീജ, യു ഹാവ് ടു ടെൽ മീ വാട്ട് ഈസ് മാൻ മെയ്ഡ് മാഗ്നറ്റ്. മാൻ മെയ്ഡ് മാഗ്നറ്റിന്റെ വേറെ പേരും പറയണേ. The magnet which are made by humans are called magnetic artificial magnet. Yes, artificial magnets. So artificial magnets are the magnets which are made by human, or it's also called it's man-made magnets. So we discussed that the two types of magnets, one is the natural magnet and another is the man-made magnet. Natural magnet is the magnet which is occur from the nature. Artificial magnets are the magnets which are made by human, right? So yes, next, give me a second. ഹെൽനയാണോ ഇന്നലെ ഇല്ലാന്ന് പറഞ്ഞത്? ഓക്കെ, ജോയിന പി. മാം, ഞാൻ ഇപ്പോഴാണ് കയറിയ, വല്ലതും പഠിപ്പിച്ചായിരുന്നോ? ഇല്ല, റീകോൾ ചെയ്യാണ് കേട്ടോ. ജോയിന ഈസ് ഹിയർ. ആർ യു ദേർ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് യു ഹാവ് ടു ടെൽ മീ. എവിടെ പോയി? അവിടെ ഉണ്ടോ? നോക്കിയേ. ജോയിനി ആണോ ഇപ്പൊ സംസാരിക്കുന്നേ? Yes, ma'am. Yes, you have to tell me examples for natural magnet and artificial magnet. Natural magnet ന്റെയും artificial magnet ന്റെയും examples വേഗം ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ, example for natural magnet. Natural magnet ഉണ്ടെങ്കിലും example പറഞ്ഞേ, ഒന്നെങ്കിലും പറഞ്ഞേ. നാച്ചുറൽ മാഗ്നറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്? എക്സാമ്പിൾ അതിന്റെ നെയിം നമ്മൾ ഒരു ഈസ് ഓൾസോ കോൾഡ് ഇറ്റ്സ് ഡിസ്കവേർഡ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ നെയിം എക്സാമ്പിൾ എന്താ? യെസ് മാം. മാം, നാച്ചുറൽ മാഗ്നറ്റിന് നമ്മള് എന്താ നാച്ചുറൽ മാഗ്നറ്റിന്റെ പേരെന്താ? പഠിച്ചിരുന്നോ? നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞെന്നാ നോക്കട്ടെ, ഓർക്കുന്നുണ്ടോ നോക്കട്ടെ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആയിട്ട് ബാർ മാഗ്നറ്റ്, പിന്നെ ബാർ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, യെസ്, and U-shaped magnet. Yes, U-shaped magnet, bar magnet, ring shaped magnet, cylindrical shaped magnet, dumbbell shaped magnet, horseshoe magnet, U-shaped magnet. These are the examples for the artificial magnet. അവിടെ പറയുന്നുണ്ട് അല്ലേ? ജോഹാന is saying that. Okay, ഇനി നമ്മള് ഒരാളുടെ അടുത്തും കൂടെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. വാസുദേവ്, you have to tell me what's the name of the natural magnet? ലോഡ്സ്റ്റോൺ. അറിയാത്തവര് പഠിച്ചു വെക്കണം. നാച്ചുറൽ മാഗ്നറ്റിന്റെ നെയിം ആണ് ലോഡ്സ്റ്റോൺ കേട്ടോ. ഫസ്റ്റ് ഒക്വയറിംഗ് മാഗ്നറ്റ് ആണ്, ദാറ്റ് ഈസ് ദ ലോഡ്സ്റ്റോൺ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ നമ്മൾ ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരുന്നേ? നാച്ചുറൽ മാഗ്നറ്റ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. വാട്ട് ഈസ് കോമ്പസ്? ഇതൾ. വാട്ട് ഈസ് കോമ്പസ്? വാട്ട് ഈസ് ദ പർപ്പസസ് ഓഫ് ദിസ് കോമ്പസ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മാഗ്നറ്റിക് കോമ്പസ്? അൺമ്യൂട്ട് ചെയ്തേ വേഗം. ചെയ്യാൻ കിട്ടുന്നില്ലേ? What is magnetic compass?
an object that is used to find directions when we are lost. It also is used. It is also used like by magnet forcing both sides. Its needle is like represented by N and S, representing north and south. So magnetic compass is a device. What is magnetic compass? It is a device used to, and others, all of you mute yourself. Mute yourself, all of you. അവിടത്തെ ഒച്ചയൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് പറഞ്ഞു, നാച്ചുറൽ മാഗ്നറ്റ് പറഞ്ഞു, പിന്നെ മാഗ്നറ്റിക് കോമ്പസ് ആണ്. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? നിങ്ങളുടെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് അല്ലെ. മാഗ്നറ്റിക് കോമ്പസിൽ ഒരു നീഡിൽ ഉണ്ടാവും. അതിൽ എന്തൊക്കെ ആയിരിക്കും ഡിനോട്ട് ചെയ്തിരിക്കുക? നോർത്ത്, സൗത്ത്. റെഡ് കളർ എന്ന് പറയുന്നത് നോർത്തിനെയും ബ്ലൂ കളർ എന്ന് പറയുന്നത് സൗത്തിനെയും ആയിരിക്കും നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് പഠിച്ചു. പിന്നെ എന്തൊക്കെയാ ടോപ്പിക് പഠിച്ചു? മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. മ്യൂട്ട് യുവർ സെൽഫ്, ഓൾ ഓഫ് യു. മ്യൂട്ട് യുവർ സെൽഫ്. അലംകൃത, ആർ യു ദേർ? അലംകൃത. Yes, ma'am. Alamkrita, you have to tell me what is magnetic substances. ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യരുത് കേട്ടോ. ഹാൻഡ് റൈസ് ഒന്ന് താഴ്ത്തിയേ എല്ലാവരും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. റിപ്ലൈ മീൻസ് ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. മാഗ്നറ്റിക് എന്താ ചോദിച്ചേ? മാഗ്നറ്റിക് മെറ്റീരിയൽസ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ആൻഡ് വാട്ട് ഈസ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്? മാഗ്നറ്റിക് മെറ്റീരിയൽസ് പറഞ്ഞേ, എക്സാമ്പിൾസും പറയണം കേട്ടോ. എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Materials that are attached to the എന്തിലാണ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ എന്തിലാണ് അട്രാക്ട് ചെയ്യുന്നേ മെറ്റീരിയൽസ്? The materials which are attracted to magnet. Yes, the materials which are attracted to magnet. മാഗ്നറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന, ഒട്ടിപ്പിടിക്കുന്ന അല്ലെ മെറ്റീരിയൽസിനെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നന്ദകിഷോർ. Yes. നന്ദകിഷോർ, you have to tell me ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ പറഞ്ഞേ. പറഞ്ഞേ. അയോൺ അല്ലേ? അയോൺ. യെസ്, എക്സാക്ട്ലി. നെക്സ്റ്റ്, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. കാശിനാഥൻ. Kashinathan, are you there? Kashinathan? Yes, ma'am. Yes, tell me what is non-magnetic material? Wood. One example also. Wood. Okay, എന്താണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? A thing which is not attracted to the magnet. Yes, the material which is not attracted to a magnet is called non-magnetic material. Example, wood, cloth, എന്ത് പ്ലാസ്റ്റിക്, എന്ത് റബ്ബർ, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നെക്സ്റ്റ്, പിന്നെ എന്തൊക്കെ ടോപ്പിക്കാ പറഞ്ഞ? ഇനി നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു മാഗ്നറ്റിന്, എ മാഗ്നെറ്റ്, ഹൗ മെനി പോൾസ് ആർ there in a magnet? Anviya? 2 poles. 2 poles. You have to tell me the names of the 2 poles. North pole and south pole. North pole and south pole. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ ഒരു മാഗ്നറ്റിൽ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുക? നീരവ്. Neerav, are you there? Yes, ma'am. Yes, how we can represent the poles or the north or south poles of a magnet? എങ്ങനെയാ ഒരു മാഗ്നറ്റില് നോർത്ത് പോള് സൗത്ത് പോൾ എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? Ends of the magnet. Ends of the magnet, so called poles of the magnet, right? Very good. So അതിൽ നമ്മൾ എങ്ങനെ ഏതൊക്കെ ലെറ്റേഴ്സോ എന്തെങ്കിലും എങ്ങനെ നമ്മൾ
അറിയാൻ പറ്റുമോ നമുക്കൊരു മാഗ്നറ്റ് ഇപ്പോ നീരവന്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ യു ക്യാൻ ഐഡന്റിഫൈ ദിസ് ഇസ് ദ നോർത്ത് പോൾ, ദിസ് ഇസ് ദ സൗത്ത് പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? പറഞ്ഞോ, കുഴപ്പമില്ല, ശരി തന്നെ, പറഞ്ഞോ. മലയാളത്തിൽ പറഞ്ഞോട്ടെ? ആ, എങ്ങനെ ഫ്ലെക്സിബിലിറ്റി യൂസ് ആക്കിട്ട് റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്യും. ആ, എൻ എന്ന് പറയുന്നത് റെഡ് കളറിനല്ല, എൻ എന്ന് പറയുന്നത് ലെറ്റർ എൻ എന്ന് പറയുന്നത് നോർത്ത് പോളിനെ റെപ്രസെന്റ് ചെയ്യണം, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ലെറ്റർ എൻ വിച്ച് റെപ്രസെന്റ്സ് നോർത്ത് പോൾ. അതുപോലെ തന്നെ റെഡ് കളർ എന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യാ? നോർത്ത് പോളിനെ തന്നെയാ. പിന്നെ ഒരു 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 റെപ്രസെന്റേഷനും കൂടി ഉണ്ട് നോർത്ത് പോളിനെ. അതെങ്ങനെയാ പറയാം? ഞാൻ വേറൊരാളുടെ അടുത്ത് ചോദിക്കാം, ഒരു മിനിറ്റ്. ആരാ പേര്? ആരാധന ആരാധ്യ എന്നാണോ? ആരാധ്യ. You have to tell me how we can represent the north pole of a magnet. What are the ways? എങ്ങനെയൊക്കെയാ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോർത്ത് പോളിനെ? മലയാളത്തിൽ പറയട്ടെ? Which one is? ഇംഗ്ലീഷിൽ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എഴുതാൻ വരില്ല എക്സാമിന്. ഇപ്പൊ കുഴപ്പമില്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, ബട്ട് പ്രാക്ടീസ് ചെയ്യണേ എല്ലാവരും. യെസ്, യു ഹാവ് ടു ടെൽ മീ. ചോദിച്ചത് എങ്ങനെ റെപ്രസെന്റ് ഹൗ വി ക്യാൻ റെപ്രസെന്റ്. യെസ്, എങ്ങനെയൊക്കെയാ നോർത്ത് പോളിനെ റെപ്രസെന്റ് ചെയ്യാ നമ്മള്? നോർത്ത് പോളിനെ ഇപ്പൊ ആരാധ്യന്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് തന്നു എന്ന് വിചാരിക്കുക. ഹൗ യു ക്യാൻ ഐഡന്റിഫൈ, ഓക്കെ ഇതാണ് നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ എന്ന് ആരാധ്യക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഞാൻ അതൊരു വടിയിൽ തൂക്കിയിടുന്നത്. അല്ല, അത് ഡയറക്ഷൻ, അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, അതല്ല ഞാൻ പറഞ്ഞത്. സാധാരണ ഒരു മാഗ്നറ്റ് ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കാം, അതിൽ ഏതാ നോർത്ത് ഏതാ സൗത്ത് എങ്ങനെ അറിയാൻ പറ്റാ? കളറും കളറ് വെച്ചിട്ട് അല്ലെ, റെഡ് കളറ് വെച്ചിട്ട് നോർത്ത് പോൾ ആണെന്ന് വേറൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ എങ്ങനെയൊക്കെയാ പിന്നെ അറിയാൻ പറ്റുക? പിന്നെ അതില് സ്പെല്ലിംഗ് എന്നുണ്ടെങ്കിൽ എൻ ഉണ്ടാവും. പിന്നെ ഒരു വേയും കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എന്നും ഇല്ല, എസും ഇല്ല, കളേഴ്സ് ഒന്നും അങ്ങനെ പ്ലെയിൻ കളർ ആണെങ്കിൽ പിന്നെ എങ്ങനെയാ ഒരു വേയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഡ് യു റിമെമ്പർ? ഇതേടാ കുറച്ച് പേർക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? എന്നാ നമുക്ക് ഇത് വേണമെങ്കിൽ ജോന, ഐ വിൽ ഗിവ് യു ദ ചാൻസ് ടു ജോന. യെല്ലോ കളർ അല്ല അയാൻ. Suspend the bar magnet freely with No. That is we can identify with the north-south direction. നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. മാഗ്നറ്റിന്റെ നോർത്ത് പോൾ, ഒരു മാഗ്നറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നോർത്ത് പോള് എന്ന് എങ്ങനെ അറിയാന്ന്? By looking at the end points, 2 end points. Ma'am, can I say? ഇവിടെ ഇതളൊക്കെ പറയുന്നുണ്ട്, ഇവിടെ കുറെ പേര് പറയുന്നുണ്ട്. ആർക്കറിയാം? അറിയാത്തവർ? യെസ് Ma'am, using the white dot. ഒരു വൈറ്റ് ഡോട്ട് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. അറിയാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഒന്നില്ലെങ്കിൽ എന്, ഒന്നില്ലെങ്കിൽ റെഡ് കളർ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഡോട്ട്, ഇങ്ങനെ വെച്ചിട്ടാണ് നോർത്ത് പോള് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നേ? നമ്മള് പോൾസ് പഠിച്ചു. ഏറ്റവും കൂടുതൽ ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയായിരിക്കും? സൗപർണിക. At the poles. യെസ്, പോൾസ്, റൈറ്റ്. പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുള്ളത്? സ്ട്രെങ്ത് ഉള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ മാഗ്നറ്റിക് കോമ്പസ് ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. യു ഡോണ്ട് ഹാവ് എനി മാഗ്നറ്റിക് കോമ്പസ്, യു ഹാവ് ഓൺലി വൺ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് മാത്രം തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക, ഒരു ബാർ മാഗ്നറ്റ്. ദെൻ ഹൗ യു ക്യാൻ ഐഡന്റിഫൈ നോർത്ത് സൗത്ത് ഡയറക്ഷൻ? നമ്മുടെ ഭൂമിയുടെ ഏകദേശം നോർത്ത് ഡയറക്ഷൻ ഏതാണ്, സൗത്ത് ഡയറക്ഷൻ ഏതാണ്, നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ സൗത്ത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? That's your question. Okay, I will give you the chance to Dhyan Ishwar. Dhyan Ishwar, are you there?
ഉം Ah. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ബാർ മാഗ്നറ്റ് മാത്രം തന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ആർക്ക് പറയാം? സയാൻ അറിയോ? സയാൻ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഒരു ബാർ മാഗ്നറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഹൗ യു ക്യാൻ ഐഡന്റിഫൈ ദ ഡയറക്ഷൻസ്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റാന്ന്? ഏത് വെയിൽ കൂടിയാ? അപ്പൊ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡയറക്ഷൻ കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെയാ കണ്ടുപിടിക്കുക? Who will tell you the answer? ത്രെഡ് വെച്ച് അതിന്റെ ഇങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം നോട്ട് അലൗഡ്. ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കും, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. എല്ലാവരും ഇപ്പൊ ഞാൻ ചോദിച്ചവർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഹാൻഡ് റൈസ് ഓപ്ഷൻ താഴ്ത്തിയേ. ചോദിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. ചോദിച്ചവർ വീണ്ടും വീണ്ടും ഹാൻഡ് റൈസ് ചെയ്യണ്ട. the answer? ബാക്കിയുള്ളവർ എന്ത് ചെയ്താൽ മതി? യു ഹാവ് ടു പുട്ട് യുവർ ആൻസർ ഇൻ ദ ചാറ്റ് ബോക്സ്, ഓൾ ഓഫ് യു. സയാൻ, ഡിഡ് യു നോ ദ ആൻസർ? സയാന്റെ അടുത്താ ഞാൻ ചോദിച്ചത്. അറിയോ സയാൻ? എങ്ങനെയാ? ഹൗ വി ക്യാൻ ഐഡന്റിഫൈ? വുഡൻ സ്റ്റാൻഡ്, അതിന് ഒരു കമ്പോ എന്തോ സാധനം വെച്ച് ത്രെഡിന്റെ അകത്ത് മറ്റേ ബാർ മാഗ്നറ്റ് വെക്കുമ്പോ ആ മാഗ്നറ്റ് നോർത്തിലേക്ക് കാണിക്കും. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Yes. Listen all of you, those who have any doubts in this question, listen. A freely suspended magnet. Freely suspended magnet എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഫ്രീ ആയിട്ട് കെട്ടിത്തൂക്കിയിട്ട ഒരു മാഗ്നറ്റ് ഈസ് ഓൾവേസ് അലൈൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഒരു ഫ്രീ ആയിട്ട് കെട്ടിത്തൂക്കിയിട്ട ഒരു മാഗ്നറ്റ്, ഒരു ത്രെഡിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടോ എന്ന് വിചാരിക്കുക. ഓക്കെ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ക്ലിയർ? സോ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്? ബിക്കോസ് അവർ എർത്ത് ഈസ് കൺസിഡർ ആസ് ജെയിന്റ് മാഗ്നറ്റ്. എർത്ത് ഒരു ജെയിന്റ് മാഗ്നറ്റ് ആയിട്ട് മീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പറ്റുന്നേ? ഈ മാഗ്നറ്റ് അലൈൻ ചെയ്യുന്നു അല്ലെ? അതായത് നമ്മൾ കെട്ടിത്തൂക്കി ഇടുന്ന മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിന്റെ എവിടെയുമായിട്ടാ പൊസിഷൻ ചെയ്യാ? എർത്തിന്റെ ജോഗ്രഫിക്കൽ ഏത് പൊസിഷൻ ആയിരിക്കും? ചാറ്റ് ബോക്സിലിട്ടെ എല്ലാവരും. Chat box il all of you put your answer in the chat box. You have to. A freely suspended magnet is always aligned in the north south direction. The north pole of the magnet, അല്ലേ? നമ്മൾ കെട്ടിത്തൂക്കി ഇടുന്ന മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിന്റെ അകത്ത് നമ്മളൊരു മാഗ്നറ്റ് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, പക്ഷെ എർത്തിന്റെ ജോഗ്രഫിക്കൽ ഏതാണ്? എർത്തിന്റെ മാഗ്നറ്റിന്റെ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടത്തെ നോർത്ത്, ഈ നോർത്ത് സീക്കിംഗ് പോൾ ടുവേർഡ്സ് ഏതായിരിക്കും? യെസ്, എക്സാക്ട്ലി. ഞാൻ പറയുന്നുണ്ട് നോർത്തിലോട്ട് അല്ലെ? ഇതിന്റെ നോർത്ത്, കെട്ടിത്തൂക്കിയിടുന്ന മാഗ്നറ്റിന്റെ നോർത്ത് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? എർത്തിന്റെ നോർത്തിലോട്ടാണ് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദിസ് നോർത്ത് പോൾ ഈസ് കോൾഡ് നോർത്ത് സീക്കിംഗ് പോൾ അല്ലെ? നോർത്തിലോട്ട് നോക്കുന്ന മാഗ്നറ്റ്, നോർത്തിലോട്ട് നോക്കുന്ന പോളാണ് നോർത്ത് സീക്കിംഗ് പോൾ അല്ലെങ്കിൽ നോർത്ത് പോൾ എന്ന് പറയാം. ആ എർത്തിന്റെ നോർത്ത് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനകത്ത് നമ്മളൊരു കുഞ്ഞു മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എർത്തിന്റെ നോർത്ത് പോളിന്റെ അടുത്ത് എന്തായിരിക്കും വരിക? എർത്തിന്റെ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ആയിരിക്കും അല്ലേ? These are the topics that we discussed in our last class. And all of you please open your notebook. In between ഞാൻ ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യാം? ആൻസേഴ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. എല്ലാവർക്കും സ്റ്റക്ക് ആവുന്നുണ്ടോ? നോക്കിയേ, ഇപ്പൊ സ്റ്റക്ക് ആവുകയാണെങ്കിൽ എല്ലാവർക്കും കേൾക്കുകയാണെങ്കിൽ
ചിലപ്പോ എന്തായിരിക്കും ഇവിടത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ കുറച്ചു പേർക്ക് കുഴപ്പമില്ല. അപ്പൊ മേ ബി അവിടത്തെയും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ സൈഡിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്തായിരിക്കും അത് ലാഗ് ആയി കേൾക്കും ട്ടോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യണം ട്ടോ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇപ്പൊ പ്രശ്നമില്ല. നോക്കേ, ഐ വിൽ ഷോ യു സം ക്വസ്റ്റ്യൻസ്. MCQ questions എന്ത് ചെയ്താൽ മതി? Put your answer in the chat box, all of you. എല്ലാവരും MCQ questions എന്ത് ചെയ്താൽ മതി? ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും ഞാൻ പേര് വിളിക്കുന്ന ആള് എല്ലാവരും കൂടെ ആൻസർ പറയരുത്. ഐ വിൽ ഗിവ് യു ദ ടൈം. എന്താ ജോയിൻ ആയി യെസ് 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 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? വാട്ട് ഹാപ്പൻ ടു യു? അറിയാതെ ടൈപ്പ് ചെയ്തതാണോ? ചാറ്റ് ബോക്സിൽ ഇട്ട് എല്ലാവരും കുട്ടികൾ ആൻസർ ഇൻ ദ ചാറ്റ് ബോക്സ്. ധ്യാനീശ്വർ ഉണ്ടോ? ധ്യാനീശ്വർ. ബാക്കി എല്ലാ കുട്ടികളും ഫസ്റ്റ് ആൻസർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കിയേ നമ്പറും കൂടി ഇടണം കേട്ടോ. 1 ഇട്ടിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. മാമിന് അറിയില്ല. ഫസ്റ്റത്തേലും അയൺ വരുന്നുണ്ട്, സെക്കൻഡേലും അയൺ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം അയൺ അങ്ങനെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരും. ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്തിട്ട് അതിന്റെ ആൻസർ എഴുതുക കേട്ടോ. ധ്യാനീശ്വർ, ആർ യു there? You have to read the question number 1 and you have to tell me the answer. Question Which of the following is a magnetic material? Iron. Yes. Which of the following is a magnetic material? The answer for this question is iron. Yes, exactly. Give me 1 second. Yes. All of you put your answer, the second and third one, in the chat box. Make it fast, all of you. Ma'am, I already ഇട്ട് കഴിഞ്ഞവര് third question കഴിയുക. Ma'am, I already put third question. Okay. ഞാൻ കാണുന്നുണ്ട് ഇവിടെ. നോക്കിയേ, ഞാൻ ചോദിക്കുന്നവരുടെ സൗണ്ട് മാത്രം ഇവിടെ കേട്ടാൽ മതി. ബാക്കിയുള്ളവര് സൈലന്റ് ആയിട്ട് ഇരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ. ഒരു എക്സാം ആണ്, ഓറൽ എക്സാം. നെക്സ്റ്റ്, ഏഞ്ചൽ. ഓൺലി ഏഞ്ചൽ മാത്രം. ബാക്കിയുള്ളവർ എല്ലാവരും മ്യൂട്ട് ചെയ്തേ. Yes, ma'am. You have to read the second one and tell me the answer. Which material is non-magnetic? Copper. Yes. Which material is non-magnetic material? Nickel, copper, steel, iron. So, iron is a magnetic material. Steel is also magnetic material. Nickel is also magnetic material. Pinna cobalt magnetic material ആണ്. Copper magnetic material അല്ല. Copper is a non-magnetic material. Yes. കുറെ പേര് എഴുതിയിട്ടുണ്ട്. 2 O ഇല്ല കേട്ടോ കോപ്പറില്. കുറച്ചു പേര് കൂപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. COPPER. Okay. Third question. A magnet attracts. Olivia. Magnets attract. Olivia, are you there? Please unmute yourself. Iron is. Yes. Glass, paper, cloth. And these are non-magnetic materials. So, iron nail is a magnetic materials. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യേണ്ട ആൻസർ ഇതിൽ എഴുതിയാൽ മതി. ഞാൻ എല്ലാവരോടും I have a doubt. Yes, tell me. What's the meaning of nickel? നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിന്റെ പേരാണ്. ഇറ്റ്സ് എ നെയിം. നിങ്ങളുടെ ഗോൾഡ് പോലെയുള്ള ഒരു മെറ്റലിന്റെ പേരാണ്. ഗോൾഡ്, കോപ്പർ, അലുമിനിയം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു നിക്കൽ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ഓക്കെ. യെസ്. ഈ കോപ്പർ ഇതെല്ലാം എന്താണ്? ഓരോ മെറ്റലിന്റെ പേരുകളാണ് കേട്ടോ. നെക്സ്റ്റ്, all of you have to put the 4 and 5. ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം. 4, 5 എന്ന് എഴുതിയിട്ട് ചാറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. Rayan, only Rayan B. Yes. Read question number 4. Which pole of magnet points towards the north?
North Pole. യെസ്, നോർത്ത് പോൾ അല്ലേ. നമ്മൾ നോർത്തിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പോൾ ഏതാ? നോർത്ത് പോൾ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതെന്താ? അപ്പൊ എർത്തിന്റെ ഒരു നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ മാഗ്നറ്റിന്റെ നോർത്ത് എന്ന് പറയുന്നത് ഈ നോർത്ത് പോളിന്റെ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. സൗത്ത് പോൾ എന്ന് പറയുന്നത് സൗത്തിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അല്ലെ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, ലിസൺ ഓൾ ഓഫ് യു. ഇത് എർത്തിന്റെ നോർത്ത് ആണ് അല്ലെ. എർത്തിന്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ നോർത്ത് ഡയറക്ഷൻ, സൗത്ത് ഡയറക്ഷൻ, ജോഗ്രഫിക്കൽ ഡയറക്ഷൻ ആണ്. ഇനി എർത്തിന്റെ അകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ആയിരിക്കും, ആ എർത്ത് മാഗ്നറ്റിക് സൗത്ത് പോൾ ആയിരിക്കും എന്ത് ചെയ്യാ? ഈ ജോഗ്രഫിക്കൽ നോർത്തിന്റെ പോയിന്റ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്. ആ മാഗ്നറ്റിന്റെ നോർത്ത് പോള് എന്തായിരിക്കും? എർത്തിന്റെ നോർത്ത് പോളിലായിരിക്കും പോയിന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ജോഗ്രഫിക്കൽ നോർത്ത് എന്ന് പറയുമ്പോൾ എർത്തിന്റെ നോർത്ത് പോളാണെന്ന് മൈൻഡിൽ വരണം കേട്ടോ എല്ലാവർക്കും. യെസ്. Question number 6. The poles of a bar magnet are located at its. Put your answer in the chat box. Center, end, sides, corners. കഴിഞ്ഞവർ എന്ത് ചെയ്യാ? 6th വൺ എഴുതാൻ തുടങ്ങുക കേട്ടോ. അയാൻ, Ayan, are you there? Ayan? Yes, you have to read the 5th one and tell me the answer for the 5th one. The poles of a bar magnet are located at its sides. സൈഡിലാണോ? നോക്കിയേ, ഇത് ഒരു മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് പോള്, സൗത്ത് പോള്. സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാ ഇവിടെ. ഇവിടെയാണോ പോൾ ഉള്ളത്? ആ പിന്നെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ സെന്റർ ആണ്, സെന്റർ പോർഷൻ. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷൻ. എവിടെയായിരിക്കും പോൾസ് ഉണ്ടാവുക? നോക്കി പറഞ്ഞേ. സെന്ററിലാണോ പോൾ? പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബെസ്റ്റ്. എല്ലാ ഓപ്ഷനും പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്ത് ഇതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നോട്ട് ബുക്ക് ഒന്ന് നോക്കിയിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ചാറ്റ് ബോക്സിൽ ഇട്ടേ. അയാൻ, സയാൻ ഉണ്ടോ? സയാൻ. Yes, ma'am. Read the question number 5 and tell me the answer. The pole of a bar magnet are located at its end. End. നോക്കിയേ, അറിയാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണം. നോക്കിയേ, എപ്പോഴും കണ്ടോ ഈ നോർത്ത് സൗത്ത് എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? മാഗ്നറ്റിന്റെ എൻഡിലാണ് അല്ലെ, ഒരു അറ്റത്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ പോൾസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് എൻഡിലായിരിക്കും. ഓക്കെ, സൈഡിലല്ല, കോർണറിലല്ല. മനസ്സിലാക്കണം എല്ലാവരും. ഓൾ ഓഫ് യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. കോർണറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാണ് കോർണറിൽ. ഇവിടെയാണോ നോർത്ത് പോൾ? ഈ ഒരു ഭാഗത്ത് മാത്രമാണോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണോ? അല്ല, അത് തെറ്റാണ്. സെന്റർ പറഞ്ഞാൽ ഈ ഒരു പോർഷൻ. ഇവിടെയാണോ പോൾസ്? അതും തെറ്റാണ്. പിന്നെ എവിടെയാ? സൈഡ് എന്ന് പറഞ്ഞതാ ഈ പോർഷനിലാണ്. ഇത് തെറ്റല്ലേ? സൈഡില്. ഇവിടെയാണോ നോർത്ത് പോൾ? ഇങ്ങനെയാണോ നമ്മൾ എഴുതുക നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന്? അതുമല്ല. പിന്നെന്താ? എൻസ്. എൻസ്, എൻസിലാണ് കേട്ടോ. നെക്സ്റ്റ്.
കുറച്ച് പേര് കോർണർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. കോർണർ അല്ല കേട്ടോ, പഠിച്ചു വെക്കണം, തെറ്റി എഴുതി വെക്കരുത്. നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ പോൾസ്, ദ എൻഡ്സ് ഓഫ് ദ ടു the ends of a magnet are called poles of the magnet എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ജോഹാന. Yes, teacher. 6th question ആൻസർ പറഞ്ഞേ. A bar magnet has two endpoints. Endpoints നമ്മൾ എന്താ പേര് പറഞ്ഞേ? North, south. അതിനെന്താ പറയാതെ? ബാർ മാഗ്നറ്റ് ഹാസ് ടു പോൾസ്. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ആ എൻഡിനെയാണ് നമ്മൾ പോളായിട്ട് പറയുക. ഓക്കെ, അപ്പം ഒരു ബാർ മാഗ്നറ്റിന് എത്ര? 2 പോൾസ് ഉണ്ട്. എ ബാർ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. യെസ്, കറക്റ്റ് തന്നെയാണ്. നോർത്ത് പോള് സൗത്ത് പോൾ ഉണ്ട്. 2 പോൾസ് ആണുള്ളത്. Listen, mute yourself, all of you. Next. ചോദിക്കാത്ത പോട്ടെ. ഹെലനയ്ക്ക് പറയാൻ പറ്റുമോ? 7th one. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാ. ഒന്ന് പറഞ്ഞു നോക്കിയേ. The poles of a bar magnet. ഒന്ന് പറഞ്ഞേ, വായിച്ചേ. The poles of a bar magnet are found at its poles. The poles of a bar magnet are found at its. എവിടെയായിരിക്കും പോൾസ് ഉണ്ടാവുന്നത്? North, south. ഒരു ബാർ മാഗ്നറ്റിന്റെ പോൾസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാ ഉള്ളേ? ഈ 5th, 6th, 7th ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചേ ഉള്ളൂ. സൈഡിലാണോ? ഇവിടെയാണോ പോൾസ് ഉള്ളത്? ഒരു ബാർ മാഗ്നറ്റിന്റെ പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ ഉള്ളത്? കോർണറിലല്ല മോളെ. കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കോർണർ വരിക. ഇവിടെയാണ് കോർണർ. ഇവിടെ അല്ല, കോർണറിൽ വരില്ല പോൾസ്. പോൾസ് എപ്പോഴും എവിടെയാ വരിക? എൻഡിലാണ് വരിക. ഒരു ബാർ മാഗ്നറ്റിന്റെ എൻഡിൽ, 2 അറ്റത്താണ് നമ്മുടെ പോൾസ് വരിക. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റിന്റെ പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാ വരിക? എൻഡിലായിരിക്കും പോൾസ് വരിക. മറക്കരുത് കേട്ടോ. ഹെലനയ്ക്ക് ക്ലാസ് 1 വേണമെങ്കിൽ ഇന്നലത്തെ ക്ലാസ് 1 ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് റെക്കോർഡിംഗ് ക്ലാസ് കാണാനാണ് കേട്ടോ, ചോദിച്ചിട്ട്. നെക്സ്റ്റ്. യെസ്, today we don't have any exam. ഇനി ആരുടെത്തെങ്കിലും മാം ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നോക്കേ, ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ടു റൈസ് യുവർ ഹാൻഡ്. അൻവിയന്റെ അടുത്ത്, ആരിന്റെ അടുത്ത് എല്ലാവരോടും ചോദിച്ചതാണല്ലോ സ്റ്റാർട്ടിങ്ങില്. ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ആരിന്റെ അടുത്താ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞു. ആരാധ്യന്റെ അടുത്തും അൻവിയന്റെ അടുത്തും എല്ലാം ചോദിച്ചതാ. നന്ദകിഷോർ. Ma'am, I have doubt. Yes, tell me. We call ends the last point, no? Other point we say that starting point. Which is starting point? I didn't get your point. I didn't get your question. You have to tell me. Repeat once. What did you say? First one, you said that's ends, no? And we said the last one, no? The other side we say starting point. ഏതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എനിക്ക് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഏത് Bar ചെയ്തിട്ടുള്ള? ബാർ മാഗ്നറ്റിന്റെ 5th question. The poles of a bar magnet are located at its end. എൻഡിലാണ് ബാർ മാഗ്നറ്റിന്റെ പോൾസ് എന്ന് പറയുന്നത്. അതിലെന്താ ഡൗട്ട്?
എൻഡ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്നതല്ലേ? ഫസ്റ്റ് വരുന്നതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് നല്ലത്. ഇങ്ങനെയല്ല. ഇത് നോക്കിയേ, ഒരു ബാർ മാഗ്നറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നല്ല. ഒരു മാഗ്നറ്റിന് ഇവിടെ മാത്രം ഉള്ളോ പോൾസ്? രണ്ട് എൻഡിലും പോയിന്റ് ഇല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുമോ? ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് അറ്റം, നിങ്ങൾ ഒരു പെൻസിൽ നോക്കിയേ, നിങ്ങളുടെ പെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് അറ്റമാണ്, രണ്ട് എൻഡിലാണ് അതിന്റെ പോൾസ്. മനസ്സിലായോ? അപ്പൊ മാം ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇന്നലെ നമ്മൾ ഒരു ബാർ മാഗ്നറ്റിന്റെ നമ്മളൊരു പിക്ചർ ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഏറ്റവും കൂടുതൽ അയേൺ ഫില്ലിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് അട്രാക്ട് ചെയ്യുന്നത് ഏത് ഭാഗമായിരിക്കും? ഈ രണ്ട് എൻഡിലായിരിക്കും, രണ്ട് എൻഡ്സിലായിരിക്കും. അതാണ് നിങ്ങളുടെ പോൾസ് എന്ന് പറയുന്നത്. പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ രണ്ട് അറ്റം, രണ്ട് എൻഡ്. അപ്പൊ അതിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഒരു മാഗ്നറ്റിന് രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മാഗ്നറ്റിന് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എഗെയിൻ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന മാഗ്നറ്റിനും എന്ത് കിട്ടും? ഒരു നോർത്ത് പോളും ഉണ്ടാവും, എഗെയിൻ ഒരു സൗത്ത് പോളും ഉണ്ടാവും. മനസ്സിലായോ? സോ യെസ്. നെക്സ്റ്റ്, ഇനി ഒരു വട്ടം ഞാൻ എല്ലാവരോടും ചോദിച്ചു. ഇനി എഗെയിൻ ഞാൻ വീണ്ടും എല്ലാവരോടും ഞാൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ 10th വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞോ? എല്ലാവരും. ഇവിടെ കുറച്ച് പേരുടെ ആൻസേഴ്സ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാശിനാഥൻ, ടുഡേ വി ഡോണ്ട് ഹാവ് എനി എക്സാം. എക്സാം ഇല്ല കേട്ടോ. ഓക്കെ മാം. ഹാൻഡ് റൈസ് ഓപ്ഷൻ താഴ്ത്തിയേ കാശിനാഥൻ. ആൻഡ് റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പുട്ട് യുവർ ആൻസർ 8, 9 and 10 in the chat box. Make it fast. Alamkrita. Yes ma'am. Alamkrita, you have to read the 8th one. 8th question ഒന്ന് read ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. Iron and cobalt and dash are magnetic materials. Iron, cobalt. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞേ. Nickel. നിക്കൽ, NICKEL. നിക്കൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ എന്നും ഒക്കെ പറയാം കേട്ടോ. നിക്കൽ ഓർ സ്റ്റീൽ, ദീസ് ആർ ദ എക്സാമ്പിൾസ് മാഗ്നറ്റിക് മെറ്റീരിയൽ. യെസ്. അറിയാത്ത കുട്ടികൾ ഇപ്പൊ ഇരുന്ന് പഠിക്കണം. ഇതൊക്കെ എന്തിനാ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വർക്ക്ഔട്ട് സെഷൻ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പഠിക്കാനാണ്. ഇത് വീണ്ടും തെറ്റിക്കാൻ പാടില്ല ആരും. അറിയാത്തവര് പഠിക്കണം കേട്ടോ ഇപ്പൊ തന്നെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാഗ്നെറ്റ്, എ ഡാഷ് മാഗ്നെറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് ദ ലെറ്റർ യു. മ്യൂട്ട് യുവർ സെൽഫ് ഓൾ ഓഫ് യു. നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനി മാം പേര് വിളിക്കുന്നവര് മാത്രം എന്ത് ചെയ്താൽ മതി? അൺമ്യൂട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ അവിടെ സംസാരിക്കുന്നതെല്ലാം ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് കാഷ്വൽ ടോക്സ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും കേൾക്കില്ല എന്ന്. പക്ഷെ നമ്മളിവിടെ എല്ലാ ഫ്രണ്ട്സും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലംകൃതയുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ലേ? സൗപർണിക. ഞാൻ പേര് വിളിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഹാൻഡ് റൈസ് ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. ഹാൻഡ് റൈസ് ഓപ്ഷൻ കൊടുത്തേ. അൺമ്യൂട്ട് ചെയ്തേ സൗപർണിക. ഇനി ഒന്ന് ആൻസർ പറഞ്ഞേ. യെസ്, യു ഹാവ് ടു റീഡ് ദ 9th one and tell me. A dash magnet is shaped like the U letter. U-shaped magnet. U-shaped magnet അല്ലെങ്കിൽ ഹോഷൂന്റെ നമുക്ക് പറയാം ചെറുതായിട്ട്. അതും ഒരു U-shaped എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ U പോലെ ഉണ്ടാവും. മറ്റേത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു എഡ്ജ് കുറച്ചും ഇങ്ങനെ വന്നിട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് U-shaped magnet അല്ലെങ്കിൽ ഹോഷൂ മാഗ്നറ്റ് രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. U-shaped magnet. മിസ് പിന്നെയല്ലേ ഇന്നലത്തെ മറ്റേ സ്റ്റാപ്ലറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ? അത് ഞാൻ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കി. അപ്പം പറഞ്ഞെന്ന് വെച്ചാല് അത് ചിലതില് ഒട്ടില്ല, ചിലതിൽ ഒട്ടുന്ന പറഞ്ഞ. അതന്നെയാണ്. അത് പ്യുവർ ആയിട്ട് അയേൺ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ മാത്രമേ ഒട്ടുള്ളൂ. ഓക്കെ. അതിൽ ചില ഇത് സ്റ്റാപ്ലറിൽ അലുമിനിയത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല.
അലുമിനിയം അങ്ങനെ നോൺ തന്നെ മാഗ്നറ്റിക് ഇന്റർനെറ്റിലും പറഞ്ഞത് അല്ലേ? ഓ, നെക്സ്റ്റ് ഖദീജ, റൈസ് യുവർ ഹാൻഡ്സ് വെൻ ഐ കോൾ യുവർ നെയിംസ് യു ഹാവ് ടു റൈസ് യുവർ ഹാൻഡ്സ്. അപ്പൊ മാമിന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ തരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പുട്ട് യുവർ ആൻസർ ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഖദീജ, ആർ യു ദേർ? ഖദീജ എവിടെ പോയി? ഹാൻഡ് റൈസ് ഓപ്ഷൻ തന്നെ. ലീവായോ ഖദീജ? ഞാൻ ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. Yes, tell me. Tell me, you have to read the 10th one and tell me the answer. Magnets are available in different shapes. Magnets are available in different shapes. Different shapes. Okay. അല്ലെങ്കിൽ different sizes also. Okay. Magnets are available in different shapes and sizes. രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഷേപ്പ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ബെറ്റർ. ഇനി നോക്കിയേ, those who are done for your 10th one. ഇപ്പൊ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? Is it clear everyone? അങ്ങനെയാണെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാ? 11th one ആദ്യം എല്ലാവരും എന്ത് ചെയ്യാ? റീഡ് ചെയ്യാ. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാ? യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണേ. ഞാൻ ചോദിക്കാട്ടോ, ഒലിവിക്ക് എന്താ ഡൗട്ട്? യു ഹാവ് ടു പുട്ട് യുവർ ക്വയറി ഇൻ ദ ചാറ്റ് ബോക്സ്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംസാരിക്കാൻ, വേറെ എന്തെങ്കിലും ടോപ്പിക്കുമായിട്ടോ എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഞാൻ അവിടെ നിന്ന് ഈസി ആയിട്ട് ഞാൻ വായിക്കാം. ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ സമയം തരാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും. Angel, are you there, Angel? Angel, please raise your hand. Unmute. Yes, ma'am. Read the 11th one and tell me the answer. Assertion: magnets are made in different shapes. Reason: different shapes are useful for different purposes. The answer is both assertion and reason are correct, and reason is the correct explanation of assertion. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ എ, ബി, സി, ഡി. ആൻഡ് ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റും അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ആൻഡ് റീസൺ ഇസ് ദ എക്സാക്ട് ഓർ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. രണ്ടും കറക്റ്റ് ആണ്, എക്സാക്ട് എക്സ്പ്ലനേഷൻ ആണ്. ഇനി ബി ഓപ്ഷൻ നോക്കിയേ, അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഇസ് എ നോട്ട് എക്സാക്ട് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇനി തേർഡ് ഓപ്ഷൻ നോക്കിയേ, അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. ഇനി ഡി ഓപ്ഷൻ, അസേർഷൻ ഈസ് ഫാൾസ് റീസൺ ഈസ് ട്രൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് മൈൻഡിൽ വരണം, അസേർഷൻ റീസൺ. അത് വെച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. നോക്കിയേ, അസേർഷനിൽ എന്താ പറയുന്നേ? Magnets are made in different shapes. Magnets are made in different shapes. So the reason is the different shapes are used for the different purposes. അല്ലേ? അപ്പൊ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. 11th വൺ കുറച്ച് പേര് ബി ഒക്കെ ഇടുന്നുണ്ടല്ലോ. വാട്ട് ഹാപ്പൻഡ്? നിങ്ങൾ അസേർഷൻ റീസണിൽ ഓപ്ഷൻ എ, ബി, സി, ഡി അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഫുൾ ടൈപ്പ് ചെയ്യണ്ട. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പറും കൂടെ എഴുതണേ. കുറച്ച് പേര് ആൻസർ മാത്രം എഴുതുന്നുള്ളൂ, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി എന്ന് മാത്രം. അപ്പൊ അറിയില്ല. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
എ ആണ് കറക്റ്റ് ആൻസർ. അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്, എക്സാക്ട് എക്സ്പ്ലനേഷൻ ആണ്. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഇൻ ഡിഫറെന്റ് ഷേപ്സ് അല്ലെ, ഡിഫറെന്റ് ഷേപ്സിൽ മാഗ്നറ്റ്സ് മെയ്ഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ മെയ്ഡ് ചെയ്യുന്നേ? ദേ ആർ യൂസ്ഫുൾ ഫോർ ദ ഡിഫറെന്റ് പർപ്പസസ് അല്ലെ. സോ 11th വൺ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി എല്ലാവരും 12th വൺ ഒന്ന് എഴുതിയേ. പ്ലാസ്റ്റിക് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് magnets. Reason plastic is a non-magnetic materials. What do you think? Put your answer in the chat box. Yes, yes. 12th one ബി ആണോ? നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അസേർഷനും ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യൂ, ട്രൂ ഏതാണ് ഫോൾസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ എ ആണോ ബി ആണോ എന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അൻവിയ. Which question, ma'am? 12th one. Assertion. Plastic can be used to make magnets. Reason. Plastic is non-magnetic material. Plastic can be used to make Assertion is false, but reason is true. Okay, option D is the correct answer, right? So plastic can be used to make magnets. അത് തെറ്റാണ് അല്ലേ? അസേർഷൻ തെറ്റല്ലേ? പ്ലാസ്റ്റിക് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, തെറ്റ്. പിന്നെ റീസൺ എന്താ പറയുന്നത്? പ്ലാസ്റ്റിക് ഈസ് എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അത് കറക്റ്റ് ആണ്. സോ എ ഈസ് ഫോൾസ് ബട്ട് ബി ഈസ് ട്രൂ. കണ്ടോ? അതേതാ? ഓപ്ഷൻ ഡി ആണ്. അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. സോ 12th വൺ ഓപ്ഷൻ ബി ആണ്, അല്ല ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓപ്ഷൻ എ ആണ് and this is option D. Option D. 14th one നോക്കിയേ. 13th one. 13th one നോക്കിയേ. Artificial magnets are widely used in daily life. They are stronger and can be made in different shapes. Artificial magnets are widely used in daily life. They are stronger and can be made in different shapes. Yes, exactly. കുറച്ച് പേര് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുന്നുണ്ട്. എയും ട്രൂ ആണ് ബിയും ട്രൂ ആണെന്നെങ്കിൽ അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കുറച്ചു പേര് അത് മാത്രം എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. നോക്കിയേ, എയിലും ഓപ്ഷൻ എയിലും അസേർഷൻ ട്രൂ, റീസൺ ട്രൂ. ഇതിലും അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. ഫസ്റ്റില് കറക്റ്റ് എക്സ്പ്ലനേഷൻ, സെക്കൻഡ് പാർട്ടിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഒലീവിയ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഇങ്ങനെ എല്ലാവരും കൊടുക്കരുത്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റൈസ് ഓപ്ഷൻ ഇപ്പൊ കൊടുത്താൽ മതി. ഓൺലി ഞാൻ പേര് വിളിക്കുന്നവർ മാത്രം ഹാൻഡ് റൈസ് ഓപ്ഷൻ കൊടുത്താൽ മതി. കൈലാസ് നാഥ് ഹാൻഡ് റൈസ് ഓപ്ഷൻ താഴ്ത്തിയേ. എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് യുവർ ആൻസർ ഇൻ ദ ചാറ്റ് ബോക്സ്. Olivia, are you there? Please raise your hand. When I called your name, in that time you have to please click the hand raise option. ഞാൻ പേര് വിളിക്കുമ്പോൾ ഹാൻഡ് റൈസ് ഓപ്ഷൻ കൊടുക്കണേ. യെസ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞേ. 13th one. 13th one, first one is false. Second ഏതാ? one is ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചേ. Artificial magnets. Artificial magnets are where widely used in daily life. False. അതെന്താ ഫോൾസ് എന്ന് പറയാൻ കാരണം? എന്താ ഒലീവിയ മാഗ്നറ്റിക് ബോക്സിലും ഡോറിന്റെ അവിടെ ഒന്നും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറില്ലേ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്?
ഓക്കെ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റ്, ഹ്യൂമൻ മെയ്ഡ് മാഗ്നറ്റ് ആണ്. ഓക്കെ, ആ മാഗ്നറ്റ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് എന്നാ പറയണത് അല്ലെ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാ. നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട്, നമ്മുടെ ബോക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ക്ലച്ചസ്, ചില ബാഗുകളിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ ഡെയിലി ലൈഫിൽ. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ ഒലീവിയ? അൺമ്യൂട്ട് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ മ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ട്രൂ ആണ്, അത് തെറ്റിക്കരുത് കേട്ടോ. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഇതില് ട്രൂ ആണ്. നോക്കിയേ, അതിന്റെ റീസൺ പറഞ്ഞേ. The strong and can be made in different shapes. എന്തായിരിക്കും? False. ഫോൾസ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് സ്ട്രോങ്ങർ അല്ലേ? നാച്ചുറൽ മാഗ്നറ്റ് ആണോ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണോ സ്ട്രോങ്ങർ? Artificial. ആർട്ടിഫിഷ്യൽ ആണോ സ്ട്രോങ്ങർ, നാച്ചുറൽ ആണോ? ഉറപ്പിച്ചു പറഞ്ഞോ. നേച്ചറിന്ന് കിട്ടുന്നത് നേച്ചുറൽ മാഗ്നറ്റ്, നമ്മൾ ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. വിച്ച് വൺ ഈസ് സ്ട്രോങ്ങർ? Nature. വീണ്ടും മാറ്റി പറഞ്ഞു. നേച്ചറിന്ന് കിട്ടുന്ന മാഗ്നറ്റ് സ്ട്രോങ്ങർ അല്ല. ദേ ആർ ബ്രിട്ടിൽ, പൊട്ടിപ്പോകുന്നതാണ്. ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അതിന് മാഗ്നറ്റിക് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ദേ ഹാവ് ദ വെരി വീക്ക് മാഗ്നറ്റിക് പവർ. ഓക്കെ, മാഗ്നറ്റിക് പവർ എന്തായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും. ഇപ്പൊ തന്നെ ഒന്നും കൂടെ പഠിച്ചേ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും നാച്ചുറൽ മാഗ്നറ്റിന്റെ ഡിഫറൻസ് ഇപ്പൊ തന്നെ പഠിച്ചേ. കൺഫ്യൂഷൻ തീരണം. എനിക്കിത് മനസ്സിലായില്ലായിരുന്നു ചെയ്യേണ്ടത്, അതാണ്. അത് നോക്കിയേ, അസേർഷൻ റീസൺ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആ തന്നിട്ടുള്ളത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. നോക്കിയേ, ദേ ആർ സ്ട്രോങ്ങർ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ സ്ട്രോങ്ങർ ആൻഡ് ക്യാൻ ബി മെയ്ഡ് ഇൻ ഡിഫറെന്റ് ഷേപ്പ്. നിങ്ങൾ തന്നെ പറഞ്ഞു, യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്, ബാർ ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്, റിംഗ് ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് തന്നെയാ. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? ട്രൂ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അസേർഷൻ റീസൺ ടൈപ്പിൽ എന്താ, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച ശേഷം ആ ഓരോ ഇൻഡിവിജ്വൽ സെന്റൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായോ ഒലിവിയ? തന്നിട്ടുള്ളത് ആദ്യം റീഡ് ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാ, ഒന്നും കൂടെ ചെക്ക് ചെയ്യുക, അതിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ചൂസ് ദ ഓപ്ഷൻ നമ്പർ A. Assertion and reason are true and reason is the correct explanation of the assertion. Okay? Okay. Okay. അപ്പൊ ഇതിന്റെ 13th one എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ A is the correct answer. ഓപ്ഷൻ A. Assertion and the reason are correct and the reason is the exact explanation of assertion. Assertion reason തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കണം, ഈസി ആണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു ചെക്ക് ദ ഗിവൺ ക്വസ്റ്റ്യൻ or the given sentence is true or false. Okay, നോക്കിയേ, write the names of the some non-magnetic substances. ആരാധ്യ, ധനിഷ്. വേഗം പറഞ്ഞേ. 14th one you have to please read it once and tell me the answer. Write the name of some non-magnet substance. Plastic, wood, പറഞ്ഞോ. plastic, wood, paper, eraser, eraser, rubber, plastic, paper, wood എന്ത് വേണമെങ്കിലും പറയാം അല്ലെ. Yes. Next. Krishiv, raise your hands. And you have to tell me the 15th one answer. പറഞ്ഞേ 15th one ന്റെ ആൻസർ പറഞ്ഞേ. 15th one. Book. Name the first magnet. First magnet പേരെന്താ? Name the first. Lodestone. Lodestone. Correct.
Name the first magnet. Lodestone. Lodestone. ലോഡ്സ്റ്റോണിന്റെ വേറൊരു പേരെന്താ? മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ഓർ ലോഡ്സ്റ്റോൺ. നെക്സ്റ്റ്. അറിയാത്തവർ എഴുതിയെടുക്കണം കേട്ടോ. യെസ്. Question number 15. Put your answer in the notebook, in your notebook. ഹാൻഡ് റൈസ് ഓപ്ഷൻ താഴ്ത്തിയേ. ക്വസ്റ്റ്യൻ ചോദിച്ചവർ ഹാൻഡ് റൈസ് ഓപ്ഷൻ താഴ്ത്തണം കേട്ടോ. ഞാൻ പേര് വിളിക്കുന്നവർ മാത്രം ഹാൻഡ് റൈസ് ഓപ്ഷൻ ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് യുവർ ക്വയറി ഇൻ ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആൻസേഴ്സ് ആണെങ്കിലും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ചാറ്റ് ബോക്സ് ഇവിടെ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരാളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ചാറ്റ് ബോക്സിൽ നിങ്ങൾ യൂസ് ചെയ്തോ പറഞ്ഞു. ഞാൻ ആരും മെസ്സേജ് അയക്കണ്ട, എക്സാം ഇല്ല എന്ന് കേട്ടോ. ഇതൊരു എക്സാം തന്നെയാണ്. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് എക്സാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം വേഗം എഴുതിയെടുത്തേ, വേഗം വേഗം. 15th one. ആരിൻ. ആരിൻ. Okay, Aradhya. Aaron, you have to read the 15th one and tell me the answer. Magnetic materials are those materials which Question. sticks. എല്ലാവരും ആദ്യം ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ What are magnetic materials? Give 3 examples of magnetic materials. Magnetic materials are those materials which sticks any objects. The 3 examples of Give me a second. Magnetic materials are those the materials which are stick to a എന്താ പറയുക? objects. ഏത് ഒബ്ജക്റ്റില് സ്റ്റിക്ക് ചെയ്യുന്ന മെറ്റീരിയലിനെയാ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? Iron. അയേൺ ഒക്കെ എന്തിലാ ഒട്ടിപ്പിടിക്കുന്നേ? Magnet. അത് പറയണം. ആ വേർഡ് നിങ്ങൾ എഴുതാൻ മറന്നു കഴിഞ്ഞാൽ ടീച്ചർ മാർക്ക് തരില്ല. നിങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചറെ കട്ട് ചെയ്യും മാർക്ക്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ മാർക്ക് എനിക്കെല്ലാം ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആലോചിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ സയൻസില് ആ പോയിന്റ്, ആ കീവേഡിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പൊ ആ കീവേഡ് നിങ്ങൾ വിട്ടുപോയാൽ മാർക്ക് കുറയും. അപ്പൊ എല്ലാ ആൻസേഴ്സ് പഠിക്കുമ്പോഴും എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു പോയിന്റ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് മാം നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സ് കുറയ്ക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു വേർഡ് ഇല്ലേ, ദ മെറ്റീരിയൽസ് വിച്ച് ഈസ് അട്രാക്റ്റഡ് ടു ഒബ്ജക്ട്സ് എന്ന് പറയാൻ പറ്റില്ല. ഏത് ഒബ്ജക്ട് എന്ന് പറയാ? അപ്പൊ അത് പ്രത്യേകം പറയണം. ഒബ്ജക്ട്സ് വിച്ച് ആർ ഒബ്ജക്ട്സ് ഓർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. ഓക്കെ. എക്സാമ്പിൾസ് പറഞ്ഞേ. Iron, nickel, steel. Yes, exactly. Iron, nickel, steel, cobalt എന്ത് വേണമെങ്കിലും പറയാട്ടോ. യെസ്. നെക്സ്റ്റ്. ജോയിന. Are you there? Joina, please raise your hand. എല്ലാവരും ഇടയിൽ വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ ജോയിനന്റെ അടുത്ത് ചോദിച്ച ശേഷം എല്ലാവർക്കും 1 മിനിറ്റ് ബ്രേക്ക് തരാം. വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂം പോവാട്ടോ. ഓക്കെ, 1 മിനിറ്റ്. ജോയിന, യു ഹാവ് ടു അൺമ്യൂട്ട് യുവർ സെൽഫ്. അൺമ്യൂട്ട് ചെയ്തേ. 16th one. You have to tell me the 16th one. Name any 4 shape of magnet. Bar magnet, ring magnet, horseshoe magnet. Okay. Horseshoe magnet and U-shaped magnet. Okay. നിങ്ങൾക്ക് ഇനിയിപ്പോ ഹോർഷൂ എന്ന് കിട്ടുന്നില്ല എക്സാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷേപ്ഡ്, അതിന്റെ പകരം ഒരേ ഷേപ്പ് തന്നെയാ. യു ഷേപ്ഡ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാലും മതി. ബാർ ഷേപ്ഡ് മറക്കരുത്, റിംഗ് മറക്കരുത്, യു ഷേപ്ഡ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ. യെസ്, ഐ വിൽ ഗിവ് യു ദ 1 minute break. Anyone wants to go to washroom, you can go and come back fast. Anyone want to drink water, you can.
വെള്ളം കുടിക്കേണ്ടവര് വെള്ളം കുടിക്കാട്ടോ. ആ ആരാ? മാം നേരത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? കുറച്ച് എഴുതാനുണ്ടായിരുന്നു 13 ക്വസ്റ്റ്യൻ. What happened, Joanna? Why you have to raise your hand? Huh? Ma'am, to tell the answer of 16. No need to tell anything. I will call you all your names, right? No need to raise your hands. Okay. ഞാൻ എല്ലാവരോടും ഞാൻ 2 times ഞാൻ ചോദിക്കുന്നുണ്ട്. ഹാൻഡ് റൈസ് തന്നിട്ടും കാര്യമില്ല. മാമിന് എല്ലാവരോടും ചോദിക്കണം കേട്ടോ. അറിയുന്നവർ എന്ത് ചെയ്യാ? എല്ലാവരും അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ആൻസർ ചാറ്റ് ബോക്സിൽ എഴുതാൻ പറയേണ്ടത് ചാറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതണം. യെസ്, വാട്ട് ഹാപ്പൻ അൻബിയ? മാം ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് എല്ലാത്തിന്റെ ആൻസേഴ്സ് ഇടണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഇടണ്ട. ലോങ് ആൻസർ ടൈപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഷോർട്ട് ആയിട്ടുള്ള 1 വേർഡ് ആൻസേഴ്സ് മാത്രം ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ആ ബാക്കിയുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ മാം. എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ജോനന്റെ എഴുതി കഴിഞ്ഞതാണോ? ജോനന്നെ കാണാനില്ലല്ലോ. Come back all of you, my dears. The break is over. Come back. And you have to start with the 17th one. 17th one നിങ്ങൾ അറ്റൻഡ് ചെയ്യണ്ട. കാരണം അത് നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫൺ വിത്ത് ദ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ എഴുതിയാൽ മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പൊ എഴുതേണ്ടത് ഇത് 19th 20 and 21 അത് മാത്രം എഴുതിയ. 18th നമുക്ക് 17th 18th ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇപ്പൊ 90 20 21 അത് മാത്രം എഴുതിയേ. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് 19. Can we isolate a single pole of a magnet? സോ യെസ് ഓർ നോ എന്ന് ഫസ്റ്റ് എഴുതണം. ആദ്യം നമുക്ക് ഒരു സിംഗിൾ പോൾ ആയിട്ട് ഒരു മാഗ്നറ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ എന്ന് എഴുതിയ ശേഷം ജസ്റ്റിഫൈയും കൂടെ ചെയ്യണം. ജസ്റ്റിഫൈ യുവർ ആൻസർ. യു നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. വാസുദേവ് ആരുദേയോ? ആൻഡ് ബാക്കിയുള്ള കുട്ടികൾ ഹാൻഡ് റൈസ് ഓപ്ഷൻ തരരുത് കേട്ടോ. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് മാത്രമാണ് എനിക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റൈസ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എനി അതേഴ്സ് യു ഹാവ് ടു പുട്ട് യുവർ ക്വയറി ഇൻ ദ ചാറ്റ് ബോക്സ്. Only when I call your names, you have to please. Question answer എഴുതണം കേട്ടോ. നീരവ് എവിടെ പോയി? വാസുദേവ്, why you have to please raise your hand? Yes, mute yourself. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തേ. ആ എന്നിട്ട് ഒന്ന് റീഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. 19th one. Can we insulate a single pole of a magnet? No. No. അല്ലേ? എന്തുകൊണ്ടാ പറഞ്ഞേ? We break it that the magnet exists, the two magnet, because the എങ്ങനെയായിരിക്കും? എല്ലാ മാഗ്നറ്റിനും എത്ര പോൾസ് ഉണ്ടാവും? എവറി മാഗ്നറ്റ് ഹാസ് 2 poles. Exactly, 2 poles അല്ലേ? സോ ക്വസ്റ്റ്യൻ നോക്കിയ 19th one. Can we isolate a single pole of a magnet? ഒരു സിംഗിൾ പോൾ ആയിട്ട് ഒരു നോർത്ത് പോൾ മാത്രം അല്ലെങ്കിൽ ഒരു സൗത്ത് പോൾ മാത്രമുള്ള ഒരു മാഗ്നറ്റിനെ നമുക്ക് കാണാൻ പറ്റുമോ? Is it possible? We can isolate any single pole.
ഒറ്റയ്ക്ക് ഒരു സിംഗിൾ പോൾ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു മാഗ്നറ്റിനെ? പറ്റില്ല. നോ. ബിക്കോസ് എവറി മാഗ്നറ്റ് ഇറ്റ് ഹാസ് 2 പോൾസ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. എല്ലാ മാഗ്നറ്റിനും എത്ര പോൾ ഉണ്ട്? 2 പോൾസ് ഉണ്ട് കേട്ടോ, നോർത്ത് പോളും സൗത്ത് പോളും. 19th കഴിഞ്ഞു, 20th one. ഇതൾ. Yes, tell me. 20th one പറഞ്ഞേ. What is the lodestone? Lodestone was the name of the first found magnet. It is very brittle and it has very weak magnetic power. Lodestone is a first natural magnet, right? So yes, lodestone is a first natural magnet. It is very weak magnetic power. Very yes. Next, Ryan. Yes, teacher. You have to tell me. നോക്കിയേ, ഈ ക്വസ്റ്റ്യനിലെ 21ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ, സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുവാണെങ്കിലും നിങ്ങൾ എങ്ങനെ എഴുതണ്ടേ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നാച്ചുറൽ മാഗ്നറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ എങ്ങാനും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 2 കോളമായിട്ട് വേണം എഴുതാൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കണം നാച്ചുറൽ മാഗ്നറ്റ്. എന്നിട്ട് അടുത്ത കോളത്തില് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ 2 കോളമായിട്ട് പാരഗ്രാഫിൽ ഇതുവരെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ എഴുതിയാലും കുഴപ്പമില്ല. ഇനി എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ 2 ഇങ്ങനെ കോളം വൈസ് ആയിട്ട് വേണം കേട്ടോ എഴുതാൻ. എന്നിട്ട് ഓരോന്നിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതണേ. യെസ്, ടെൽ മീ റയാൻ. ഒരു നാച്ചുറൽ മാഗ്നറ്റിനെ കുറിച്ചിട്ട് ഒരു പോയിന്റ് പറഞ്ഞേ റയാൻ. ഒരു പോയിന്റ് പറഞ്ഞേ. Natural magnets are made by the natural. Yes, മതി. ഒരു പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്. ഒലീവിയ. Olivia, raise your hand. Yes. ഒരു നാച്ചുറൽ മാഗ്നറ്റിന്റെ ഒരു പോയിന്റ്. Natural magnets are made with natural materials. Natural magnets are occur in. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. Natural magnets are occur in nature. Next. ധ്യാനീശ്വർ. പേര് വിളിക്കുന്നവര് മാത്രം ഹാൻഡ് റൈസ് ഓപ്ഷൻ കൊടുത്താൽ മതി. ബാക്കിയുള്ളവർ കൊടുക്കരുത്. എല്ലാവരുടെയും പേര് ഞാൻ വിളിക്കും. ധ്യാനീശ്വർ, അറിയുതയോ? ഹാൻഡ് റൈസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ഓപ്ഷൻ താഴ്ത്തിയേ. ഇവിടെ പോയി ധ്യാനീശ്വർ. എവിടെ? ക്യാമറ ഓഫാക്കി വെച്ചിട്ട് എവിടെ പോയിരിക്കുക? ധ്യാനീശ്വർ. കുറച്ചു പേര് ഇങ്ങനെ ക്യാമറ ഓഫാക്കി. ഹെൽന, നമുക്കൊരു കാര്യം ചെയ്യാം. ക്യാമറ ഓഫാക്കിയവരിനെയൊക്കെ നമുക്ക് പേര് വിളിച്ചിട്ട് പാട്ട് പഠിപ്പിക്കാം. ഇവിടെ കുറച്ചു പേര് നമ്മളുടെ ക്യാമറ ഒക്കെ ഓഫാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെയും പേര് വിളിച്ചിട്ട് ഒരു റൈംസ് ചൊല്ലിപ്പിക്കാം അല്ലെ? Where are you, Dhyaneshwar? Are you there? ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യുന്നില്ല, അൺമ്യൂട്ട് ആക്കുന്നില്ല. കൈലാസ്നാഥ്. Yes, ma'am. Yes. You have to tell me the example for natural magnet. Iron. Natural magnet. First natural magnet നെ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താ? Magnetic materials.
മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്ന മെറ്റീരിയൽ എന്നാണ്. ഒരു പേര് നമ്മൾ പ്രത്യേകിച്ച് ഒരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ. അതാ ഇവിടെ തന്നെ അതിന്റെ ആൻസറും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? What's the example for natural magnet? Natural magnet example പറഞ്ഞേ. A natural magnet is a natural magnet is a magnet. It is a magnet that sticks anywhere. അതല്ല ഞാൻ ചോദിച്ചേ. നമ്മള് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമെയ്ഡ് മാഗ്നറ്റ് ആണ്. എക്സാമ്പിൾ യു ഷേപ്ഡ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് എന്നൊക്കെ പഠിച്ചു അല്ലെ. അതുപോലെ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നാച്ചുറൽ മാഗ്നറ്റ് എന്താ പേര്? ഹോർഷൂ മാഗ്നറ്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിലാ വരുന്നേ. നോക്കിയേ, അതെല്ലാം ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ഒരു കാര്യം ചെയ്തേ, ഇപ്പൊ തന്നെ അതൊന്ന് പഠിച്ചേ, ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്തേക്ക് പോയാൽ മതി. നാച്ചുറൽ മാഗ്നറ്റ് ഇപ്പൊ പഠിച്ചിട്ട് അതിന്റെ എക്സാമ്പിളും കൂടെ ഇപ്പൊ പഠിച്ച ശേഷം അടുത്ത ഇതിലേക്ക് പോയാൽ മതി കേട്ടോ. എനിക്ക് എന്നിട്ട് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ട് പഠിച്ചിട്ട് ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് ആൻസർ എഴുതിയിട്ട് വേണം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാൻ. ഓക്കെ. Nandakishore. Nandakishore, are you there? Yes, ma'am. Yes, you have to tell me the example for the natural magnet. അതാ വീണ്ടും തെറ്റിക്കുന്നുണ്ട്. നാച്ചുറൽ മാഗ്നറ്റിന്റെ എക്സാമ്പിളാ ചോദിച്ചിരിക്കുന്നത്. ബാർ മാഗ്നറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ മാഗ്നറ്റ് അല്ലേ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് അല്ലേ അതൊക്കെ. ഇപ്പൊ തന്നെ പഠിച്ചിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടെ. നന്ദകിഷോർ ഓൾസോ. നെക്സ്റ്റ് ഏഞ്ചൽ. Yes, ma'am. You have to tell me what is natural magnet and give one example for the natural magnet. Natural magnet is the magnet obtained from the nature. The example of natural magnet is lodestone or magnetite. Yes. Listen, അറിയാത്തവർ പഠിച്ചേ. The materials or the magnet which is obtained from nature, the magnets which is occur in nature are called a natural magnet. എക്സാമ്പിൾ ലോഡ്സ്റ്റോൺ. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ലോഡ്സ്റ്റോൺ. ലോഡ്സ്റ്റോൺ കണ്ടോ? ലോഡ്സ്റ്റോണിന്റെ വേറൊരു പേരെന്താ? മാഗ്നിറ്റൈറ്റ്. മാഗ്നിറ്റൈറ്റ്. ഇപ്പൊ ഞാൻ എഴുതാൻ പറഞ്ഞവര് ചാറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞോ? പേര് മാത്രമാണോ? നാച്ചുറൽ മാഗ്നറ്റ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസും കൂടെ എഴുതണേ. ഫസ്റ്റ് മാഗ്നറ്റ് ആണ് കേട്ടോ. വീക്ക് ആണ്, അതിന്റെ സ്ട്രെങ്ത് വളരെ വീക്ക് ആയിരിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ വീക്ക് ആയിരിക്കും കേട്ടോ. അതൊക്കെ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is artificial magnet and give 1 or 2 examples for the artificial magnet. Sauparnika. Yes, ma'am. Yes, you have to tell me what is artificial magnet and you have to please give one example for 1 or 2 examples for artificial magnet. Artificial magnet are the magnet who is made by the man-made magnets, and the examples are magnet and bar magnet, magnet and U-shaped magnet. Okay. The magnets which are എന്തായിരിക്കും? മെയ്ഡ് ബൈ ഹ്യൂമൻസ്. നോക്കിയേ, നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എഴുതേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ലിസൺ ഓൾ ഓഫ് യു. ആദ്യം നിങ്ങൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഹെഡിങ് കൊടുക്കണം. പിന്നെ റൈറ്റ് സൈഡിൽ
ആർട്ടിഫിഷ്യൽ 2 കോളം ആക്കി എഴുതണം എല്ലാവരും ട്ടോ. മാഗ്നറ്റ് ഇങ്ങനെ കൊടുക്കണം. ഡിഫറൻഷിയേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യാം? occur in nature. ഇവിടെയാണെങ്കിൽ made by human. Second, irregular shape. ഇവിടെയാണെങ്കിൽ regular shape. ഇങ്ങനെ ഡിഫറൻസ് എഴുതണം ട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ടത്. സിമ്പിൾ പോയിന്റിൽ എഴുതിയാൽ മതി. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ്സ് ആഡ് ചെയ്യാം. ഒരു തേർഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വീക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക് മാഗ്നറ്റിസം, വീക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ വേണമെങ്കിലും എഴുതാം. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റില് സ്ട്രോങ് മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇറ്റ്സ് മാഗ്നറ്റിക് സ്ട്രെങ്ത് is more compared with the natural magnet ട്ടോ. അപ്പൊ അതിനെ നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എഴുതാം ഒന്നാമത് അല്ലെങ്കിൽ ഇതിൽ ബ്രിട്ടിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന് സ്ട്രോങ് എന്ന് എഴുതാം. പിന്നെ എക്സാമ്പിൾസും കൂടെ എഴുതാം ട്ടോ. ഇവിടെ നമുക്ക് ഇതിൽ സ്ട്രോങ് എന്ന് എഴുതാം. ഇവിടെ ബ്രിട്ടിൽ എന്നൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്യാം. ബ്രിട്ടിൽ, BRITTL, ബ്രിട്ടിൽ. ബ്രിട്ടിൽ പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോണത്. എന്നിട്ട് ഒരു 2-3 എക്സാമ്പിൾസ് എഴുതിയാൽ മതി. Give me a second. ഓക്കെ, അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. ബ്രിട്ടിൽ, മറ്റേതിൽ സ്ട്രോങ് എന്ന് എഴുതി വെച്ചാൽ. ഇതാണ് ഹോഴ്ഷൂ മാഗ്നറ്റ്. കണ്ട, ഹോഴ്ഷൂ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ യു ഷേപ്ഡ് മാഗ്നറ്റ് തന്നെയാണ്. പക്ഷെ ആ 2 സൈഡ് കണ്ട കുറച്ച് നിയറസ്റ്റ് ആയിട്ട് വരും അതിന്റെ പോൾസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ഹോഴ്ഷൂ മാഗ്നറ്റ്. ബട്ട് ദിസ് ഇസ് ഓൾസോ ഇൻ ദ ഷേപ്പ് ഓഫ് യു അല്ലെ? യുവിന്റെ ഷേപ്പ് തന്നെയാണ്. പക്ഷെ ഈ ഒരു എഡ്ജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇങ്ങനെ അടുത്തോട്ട് വരും. horseshoe magnet. ബാക്കിയുള്ളതിന്റെ ആൻസേഴ്സ് ഒക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയേ. വാട്ട് ആർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്? ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. Where is the magnetic force strongest in a bar magnet? എവിടെയായിരിക്കും? That is also we discussed at the ends or at the poles. പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത്. ഇനി നോക്കേ, ഹൗ വിൽ യു കൺവേർട്ട് ആൻ അയേൺ നെയിൽ ഇൻ ടു എ മാഗ്നറ്റ്? ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു അയേൺ നെയിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു ആണി, അയേൺ നെയിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ആണി എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റ് ഒന്നും ആയിരിക്കില്ല അല്ലെ, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. സോ നിങ്ങളുടെ അടുത്ത് പറയാണ് യു ക്യാൻ കൺവേർട്ട് ദിസ് അയേൺ നെയിൽ ഇൻ ടു എ മാഗ്നറ്റ്. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ കൺവേർട്ട് ചെയ്യുക? നിങ്ങൾ ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു അയേൺ നെയിൽ ആണെന്ന് വിചാരിക്കുക. യു ഹാവ് ടു ജസ്റ്റ് ഇമാജിൻ. സോ ഐ ഹാവ് ടേക്കൻ എ ബാർ മാഗ്നറ്റ്. സോ ഒരു എൻഡിൽ നിന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് അയേൺ നെയിലില് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രോസസ്സ് എന്ത് ചെയ്യുക? കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. Okay, finally your iron nail it attains magnetism. ഫൈനൽ ആയിട്ട് എന്തായിരിക്കും? നിങ്ങളുടെ അയേൺ നെയിലില് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ടേക്ക് ദ അയേൺ നെയിൽ ആൻഡ് കീപ് ഇറ്റ് ഓൺ എ ടേബിൾ. ഒരു ടേബിളിൽ വെച്ച് ഒന്ന് വയ്ക്കുക. ആൻഡ് ടേക്ക് എ മാഗ്നറ്റ് ആൻഡ് ഡ്രാഗ് വൺ എൻഡ് ഓഫ് ദ ബാർ മാഗ്നറ്റ് ഓവർ ദ അയേൺ ഫ്രം വൺ എൻഡ് ടു അനദർ. അല്ലെ, ഒരു എൻഡിൽ നിന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ മാച്ച് ബോക്സ് എടുത്തിട്ട് മാച്ച് സ്റ്റിക്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യില്ലേ? അതുപോലെ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. ബട്ട് യു ഹാവ് ടു റിപ്പീറ്റ് ദിസ് പ്രോസസ്. ഇത് നിങ്ങൾ
റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദ അയേൺ നെയിൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റ്. അപ്പൊ എന്തായിരിക്കും, നിങ്ങളുടെ അയേൺ നെയിൽ മാഗ്നറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും പ്ലീസ് നോട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ 23. ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്തേ. ഇത് ഹൗ വിൽ യു കൺവേർട്ട് ആൻ അയേൺ നെയിൽ. ഇനിയിപ്പോ അയേൺ നെയിലിന്റെ പകരം അയേൺ ബാർ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിലും എന്താ, ഇതേ പ്രോസസ് തന്നെയാണ്. ടേക്ക് ദ അയേൺ ബാർ ആൻഡ് കീപ് ഇറ്റ് ഓൺ എ ടേബിൾ ആൻഡ് ടേക്ക് എ മാഗ്നറ്റ് ആൻഡ് ഡ്രാഗ് one end of the bar magnet over the iron bar from one end to another end, and this process is repeated again and again. After that, your iron nail, it is converted into a magnet. അല്ലെ, നമ്മുടെ അയേൺ നെയിലിന്റെ പിന്നെ എന്തായിരിക്കും, ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. പിന്നെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം സ്റ്റിക്ക് ചെയ്യും. വേഗം എല്ലാവരും ഒന്ന് വേഗം ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് നോട്ട് ചെയ്തേ. യെസ് ഇതൾ. എക്സാം ഇല്ല അയാൻ, പിന്നെയും ചോദിക്കും എക്സാം ഉണ്ടോ. എക്സാം നോക്കിയേ, വർക്ക്ഔട്ട് സെഷനിൽ ഇന്നല്ല, നമ്മള് കോൺസെപ്റ്റ് ക്ലാസ്സിലല്ലേ. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് ക്ലാസ്സിൽ എന്തുണ്ടായിരിക്കും, MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ അടുത്തുള്ള ലാസ്റ്റ് വർക്ക്ഔട്ട് സെഷനിലായിരിക്കും എന്തുള്ളത്, റിട്ടേൺ എക്സാം ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സോടെ കൂടെ നമ്മുടെ ചാപ്റ്റർ തീരും, കോൺസെപ്റ്റ് ക്ലാസ്സോടെ തീരും. പിന്നെ നിങ്ങൾ അതിന്റെ വർക്ക്ഔട്ട് സെഷനിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും നമ്മൾ. ആരാധ്യ ടയേർഡായോ, ഉറക്കം വരുന്നോ, വിശക്കുന്നോ, വിശക്കാൻ തുടങ്ങിയോ? അത് എഴുതി കഴിഞ്ഞിട്ട്, എഴുതി കഴിഞ്ഞോ ആരാധ്യന്റെ, എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. 23rd എഴുതി കഴിഞ്ഞതാണോ? വേഗം എഴുതാത്തവര് വേഗം വേഗം എഴുതിയെടുത്തേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, പോയിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്ത് നാളെ സൺഡേ എൻജോയ് ചെയ്തോളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ചില്ല് ചെയ്തോളൂ. എന്താ ജോന, എനിക്ക് ചില്ല് ചെയ്യണ്ടെന്ന് പറയാണോ? ആണോ ആണോ പഠിക്കാനുണ്ടോ? ഞാൻ Ma'am, I have exam. When Monday? 24th. 24th you want, so after this classes you want to study the science again, right? Okay, very good. Yes, exactly. And what happened, Dhyanishwar? Did you want to say anything? Ma'am, my exam is over. I get the papers. Okay, did you, which one, the PT1? PT1 ആണോ കഴിഞ്ഞേ, or term 1? ഓക്കെ, എന്താണ് അൻവിയന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണോ നാളെ? ഓക്കെ, യു ഹാവ് ടു കൺവേ മൈ ബർത്ത്ഡേ വിഷസ് ടു യുവർ സിസ്റ്റർ. ഓക്കെ, വിഷസ് പറയൂ കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ഒക്കെ എൻജോയ് ചെയ്ത് ആഘോഷിക്കൂ. ആൻഡ് വാട്ട് അബൌട്ട് ആര്യൻ, വാട്ട് ഹാപ്പൻ ടു യു? മാഡം സൺഡേ ക്ലാസ്സിൽ എവിടെ? ഏയ് സൺഡേ ക്ലാസ് ഉണ്ടോന്നാണോ ചോദിക്കുന്നത്? സൺഡേ ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ ക്ലാസ്സിന്റെ AI ക്ലാസ് ഉണ്ടോ നിങ്ങക്ക്? ഓക്കെ ഓക്കെ, അത് നിങ്ങള് എൻറോൾ ചെയ്തത് കമ്പൽസറി ആണോ, അല്ലെ ഇഷ്ടമുള്ളവർ മാത്രം എൻറോൾ ചെയ്തതാണോ? അങ്ങനല്ല, കമ്പൽസറി. നിങ്ങൾക്ക് എന്തൊക്കെയാ AI എന്തൊക്കെയാ പഠിപ്പിച്ചിരുന്നേ? എങ്ങനെയാണ് വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെയാണോ? ഏതൊക്കെയാ, ചാറ്റ് GPT എല്ലാം അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വിറ്റ്സ് ഇല്ലേ, ഗൂഗിൾ വിറ്റ്സ്, അതിനെങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാ. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്ത് നോക്കുന്നുണ്ടോ, ഓൾ ഓഫ് യു? ക്ലൗഡ്, ചാറ്റ് GPT, ജെമിനി, പിന്നെ അതെല്ലാം കഴിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞു മാഡം. ഗൂഗിൾ വിറ്റ്സിനെ കുറിച്ച് ക്യാൻവ ഒക്കെ കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടില്ല, ചാറ്റ് GPT എല്ലാം കഴിഞ്ഞു. So did you finish this answer? I want to stop the screen sharing. Okay, ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. സോ എന്തെങ്കിലും പറയാനുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
Did you want to say anything? Yes, Ma'am? you can, Nandakishore, you can leave. Yes, yes. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. Anyone who have any doubts, you have to stay back. And rest of the students, you have to leave. And thank you so much, dears. And we will see you in our next concept class. Yes, thank you so much. Ma'am? Yes, Aradhya, what happened to you? Ma'am? Thank you, ma'am. Thank you. എപ്പോഴാ എക്സാം? Monday morning. മൺഡേ മോർണിംഗ് തൊട്ട് എക്സാം ആണോ? ഓക്കെ, ഫൈൻ. ഓൾ ദി ബെസ്റ്റ്. എക്സാം Thank you, എല്ലാവർക്കും ma'am. ഉള്ളവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. And we will see you in the next classes. Okay, bye bye. Take care. Thank you, ma'am. Thank you.